എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒന്നോ രണ്ടോ? ഒന്ന്. അടിക്കാത്ത മുറ്റം. അടിക്കാത്ത മുറ്റം. ഇതിന് ഈ സീരിയസ് ഇഷ്യൂവിന്റെ ഇടയ്ക്ക് അടിക്കാത്ത മുറ്റം ഒന്ന് പറയൂ. കുറച്ച് കാര്യമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അല്ല, അടിക്കാത്ത മുറ്റം. ആ ഇപ്പുറത്തൊരു കുമുറ്റോ തമുറ്റമോ ചുമുട്ടമോ മുറ്റം എന്തോ ഒരെണ്ണം ഇടത്തെ സൈഡിലുണ്ട്. സ്ഥലപ്പേരായിരിക്കും. ആ, തിരുമുറ്റമല്ല, അടിക്കാത്ത മുറ്റം. മുറ്റം. ആ ശരി, കിട്ടുന്നില്ല. മോള് തന്നെ പറ. ആ, ആകാശം. അതെ, അങ്ങ് വള്ളിയിൽ പോയി പറഞ്ഞാ മതി കേട്ടോ. ആകാശം. ഹലോ സാർ, ഇത് കടങ്കഥയാ. നമ്മള് കുസൃതി ചോദ്യമാ ചോദിക്കുന്നേ. ഇത് കാട്ടിൽ ഒരു തരി പൊന്ന് എന്നൊക്കെ പറയൂലേ, മഞ്ചാടി. അങ്ങനത്തെ ചോദ്യമാണ് ഇത്. അവളുടെ ഇത് നോക്കുമ്പോ കറക്റ്റാ. എന്തെങ്കിലും ആകാശം ആരെങ്കിലും അടിക്കോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീനോട്ട് കണ്ടുപിടിക്കുന്ന അതെ അതെ അതെ. ഇത് എന്തെങ്കിലും ആണ്. ഇല്ലേ, PhD എടുത്താണ്. എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ അതോടെ പോയേനെ. ഓക്കെ മോളെ. മിനുട്ടി, ഇനി ഇവിടെ ഡെഡിക്കേഷൻ റൗണ്ടാണ് നടക്കാൻ പോകുന്നത്. ഡെഡിക്കേഷൻ റൗണ്ടിൽ ഇവിടെ പാടാനായി എത്തുന്നു നമ്മുടെ സ്വന്തം അമ്മേ. വെൽക്കം. ട്രെൻഡൊക്കെ മാറുന്നുണ്ട്. ഡ്രസ്സില് കോസ്റ്റ്യൂം സെൻസ് ഒക്കെ മാറുന്നുണ്ട്. മോനെ, ആരാണ് നിന്റെ ഈ പുറയിൽ ചുരണ്ടിയത്? തല തല സ്റ്റൈലാന്ന് പറ. എന്തെങ്കിലും വിരോധം ഉണ്ടോ? അങ്ങനെ പ്രത്യേക കട്ടാണത്. മഷ്റൂം. രസമുണ്ട് ഇത് കാണാൻ. ഒരുപാട് പൈസ കൊടുത്തോ? 80 രൂപ. 80 രൂപ ഉള്ളു അതിന്. നാളെ തന്നെ പോയി ഞാൻ വെട്ടാൻ പോകും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഒരു ദിവസം എനിക്ക് തോന്നി പണ്ട് മീശ എടുക്കാൻ തോന്നി. അങ്ങനെ മീശ എടുത്തു. അന്ന് വൈകുന്നേരം ആദ്യമായിട്ട് വെളിയിലിറങ്ങിയപ്പോൾ കാണുന്ന നമ്മുടെ ഓടൊപ്പം ഇപ്പൊ ഇല്ല, വേണു നാഗവള്ളി ചേട്ടനെയാണ് ഡയറക്ടർ. പുള്ളി എന്നെ അടുത്തോട്ട് വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ ഇതായിരുന്നു. ശ്രീകുട്ട, പുള്ളി എപ്പോഴും ഈ മുടിയിൽ ഇങ്ങനെ പിടിക്കും. ശ്രീകുട്ട, ഇനി മീശ എടുക്കരുത്. അത്രയ്ക്ക് വൃത്തി. ഓ, നമുക്ക് ചിന്തിക്കാൻ ഞാൻ പിന്നെ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റൂ. കിളിക്കെന്ന് പറഞ്ഞാൽ വരണ്ടേ. പിന്നെ ഒരാഴ്ചയോളം ഞാന് പലതും ഇങ്ങനൊക്കെ. മക്കളെ, ഏത് പാട്ടാ പാടുന്നേ? ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്. ആരാ എഴുതിയേ? ലിറിക്സ് കൈതപ്പുറം സാർ, മ്യൂസിക് ബോംബെ രവി സാർ, വർഷം 1993, സിനിമ പാഥേയം, പാടിയത് യേശുദാസ് സാർ. മക്കളെ, ഒരൊറ്റ ചോദ്യം, ഒരു കുസൃതി ചോദ്യം. അത് വേണോ സീരിയസ് ചോദ്യം വേണോ? കുസൃതി. പാഥേയം അർത്ഥം എന്താണ്? പാഥേയോ? അല്ല, ഡെയിൻ, ഇവിടെ പാഥേയം അതിന്റെ അർത്ഥം എന്താണ്? ഭക്ഷണം തന്നെയാണോ? കറക്റ്റ്. പൊതിച്ചോറ്. ആടാ, പൊതിച്ചോറിന്റെ പേരാണ് പാഥേയം. ഫുഡ് ഫോർ ദി ജേർണി. അപ്പൊ എല്ലാം കഴിഞ്ഞു. ഇനി തകർക്കുന്നതിന് മുമ്പ് ഡെഡിക്കേഷൻ ആർക്കാണ്? എന്റെ അപ്പാപ്പനെ. അല്ല, ഒരു സോഫ്റ്റ് ആയിട്ട് പറയാം. എന്റെ മോഡുലേഷൻ എന്റെ അപ്പാപ്പനെ. എന്തുകൊണ്ടാ മോനെ? അപ്പാപ്പനെ ഞാൻ ഈ ഫ്ലോറിൽ വരണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ഇവിടുന്ന് ഒരു പാട്ടെങ്കിലും പാടണം എന്നാണ് അപ്പാപ്പൻ എന്നോട് പറയാറ്. ഇപ്പൊ പിന്നെ ഞാൻ പാടിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, ഞാൻ മുൻപേ പാടുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പ്രാണസഖിയാണ്. ഇവിടെ പാടിയതല്ലോ. എന്തോ എനിക്കറിയാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റൗണ്ട് വരാൻ ഞാൻ പറയാൻ പോകുന്നത്. പിന്നെന്താ, ഞാൻ സിമ്പിൾ ആയിട്ട് പറയും. ഇനി അടുത്തതായിട്ട് തീം റൗണ്ട് ആണ്. അതെന്നെ ഞാൻ ഉദ്ദേശിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റൗണ്ടാണ് തീം റൗണ്ട്. കുറച്ച് കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. ഡാൻസ് ഉണ്ട്, ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ എന്തായാലും ഇനി തീം റൗണ്ട് ആണ് ഇവിടെ നടക്കുന്നത്. തീം റൗണ്ടിലൂടെ പെർഫോം ചെയ്യാൻ വരുന്നു അഖില. വെൽക്കം. അഖില, അടിപൊളി, സൂപ്പർ ഡ്രസ്. നല്ല രസം, ഉഗ്രായിട്ടുണ്ട്. ഞാൻ ഈ അമേരിക്കയിലൊക്കെ പോകുമ്പം ഈ കളറല്ല, ഒരു സ്കൈ ബ്ലൂ കളറിൽ ഈ നേഴ്സ് ഹോസ്പിറ്റൽസിലൊക്കെ അവർക്ക് ഇങ്ങനത്തെ ഒരു പിന്നെ ഏകദേശം ബ്ലൂ കളർ എയർഫോഴ്സ് ഓഫീസേഴ്സ് ഇടാറുണ്ട്. അപ്പൊ മക്കളെ, എന്തുകൊണ്ട് വിശേഷം? സുഖായി പോണു. ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടല്ലോ. സാമ്പാർ വേണോ? വേറെ രസം വേണോ? ഒന്നും വേണ്ട. അവിയല് വേണോ? വേണ്ട. ഉപ്പേരി വേണോ? ഉപ്പേരി. ഈ പ്രോഗ്രാമിൽ കുറച്ച് രസമാവാം. ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് അഖിലയ്ക്ക്
നല്ലൊരു കുക്കാവാൻ ഇഷ്ടമുള്ളതെന്നൊക്കെ ഞാൻ അടുക്കളയിലാരും കയറ്റാത്തോണ്ടെന്നൊക്കെ എവിടെയോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. മോക്ക് തിന്നാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും എത്ര തിന്നാലും മതിയാവത്ത കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം പെട്ടെന്ന് മനസ്സിലായി. പറഞ്ഞു അത് ബിരിയാണി. എത്ര കഴിച്ചാലും മതിയാവില്ല. മതിയാവില്ല. അപ്പൊ എത്ര വരെ? ഒരു 5 ബിരിയാണി ആ എടുക്കും. അങ്ങനെയല്ല. പിന്നെ അല്ല ഞങ്ങൾക്ക് ഇവിടെ അങ്ങനല്ല. ഈ പാട്ട് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ മുമ്പിൽ ഒരു 5 ബിരിയാണി വരും. അതൊക്കെ അറേഞ്ച് ചെയ്യണം. അതിനാ ചോദിച്ചത്. ശരി, ഈ പാട്ട് സൂപ്പറായിട്ട് പാടിയാൽ ഞങ്ങൾ 3 പേരും 3 ബിരിയാണി വേണേ മേടിച്ചു തരും. 100 കിട്ടിയ. ഓക്കെ ഓക്കെ. ചലഞ്ച് അക്സെപ്റ്റ് പക്ഷെ ചെയ്യുന്നോ? വേറെ കാര്യമുണ്ട്, അവിടെ ഇരുന്ന് കഴിക്കണം 3. 3 പിന്നല്ലാതെ 3 ഒറ്റടിക്കൊന്നും ഒരെണ്ണം കഴിക്കാൻ. കഴിച്ചാൽ മതി, ബാക്കി 2 ഞാൻ കഴിച്ചോളാം. ഓക്കെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.